ഞാനും എൻ്റെ സഹോദരിയും ഏകദേശം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഞാൻ എൻ്റെ അനിയത്തിനെ പിന്നെയും അവർ സ്നേഹവലയത്തിൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി. നിങ്ങൾ ദുഷ്ടയാണോ ക്രൂരയാണോ ഇതൊക്കെ ചോദിച്ച് കുറേ കമന്റ്സ്. ഇതൊന്നും എനിക്ക് കാരണം ഞാൻ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഈ ടീമിൻ്റെ വീഡിയോ ചെയ്യാനൊന്നുമല്ല. അതിൽ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം, ഇത്രയും റൂഡായിട്ട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നീ എന്തോ അവരുടെ അടുത്ത് വ്യക്തിവൈരാഗ്യം വച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് മല്ലു ഫാമിലിയുടെ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വൈരാഗ്യം വെച്ചിട്ടോ ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ടോക്കിംഗ് രീതി അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഞാൻ സംസാരിച്ച് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് അമ്മാതിരി അങ്ങോട്ട് ചൊറിഞ്ഞു വരും, കുരു പൊട്ടി വരും. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു തീ അതങ്ങ് വീഡിയോയിൽ കാണും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അല്ലാണ്ട് പേഴ്സണലി എനിക്ക് ആരുടെ വൈരാഗ്യ ദേഷ്യം വെച്ചിട്ടല്ല. ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യവും തീയായിട്ട് കയറി വരും. എന്തൊക്കെ പറഞ്ഞാലും അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് പേഴ്സണലി എന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതിൽ അതൊന്ന് കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളടുത്ത് വളരെ സ്നേഹത്തോടെ പറയുമ്പോൾ നമ്മളത് കേൾക്കണം. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരിപാടികൾ, ചീപ്പ് പരിപാടികൾ കാണിക്കുമ്പോഴും ഞാൻ ചിലതിനൊന്നും വലിച്ചു കീറാതെ ഞാൻ വിടുന്നത്. വേണ്ട വേണ്ട വേണ്ട. ഇപ്പം 2 ദിവസം കൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് റൂഡായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നിർത്തി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. എന്നും വച്ചിട്ട് ഇതുപോലെ നാറിയ പരിപാടികൾ കാണിക്കുമ്പോൾ എടുത്ത് പറയാതിരിക്കാനും പറ്റുന്നില്ല, വലിച്ചു കീറാതിരിക്കാനും പറ്റുന്നില്ല സഹോദരങ്ങളെ എന്നെനിക്ക് പറയാനുള്ളൂ. എന്തായാലും വിഷയം വേറെ ഒന്നുമല്ല, നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ ഒരു തുള്ളി പോലും ലവ് കാണാനില്ല. ഫുള്ള് കുറ്റം പറച്ചിലും പാരാദൂഷണവും മാത്രമേ കാണുന്നുള്ളൂ. ലവ് എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം എന്താണെന്ന് ആ ചാനലുള്ള ആർക്കും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ കുറേ അമ്മമാർ കാണും, ഓഫ് കോഴ്സ് കാണും, ഒരാളെങ്കിലും കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതുപോലത്തെ ചാനലുകാരൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ വി ആർ ഇൻ ലവ് പോലത്തെ യൂട്യൂബ് ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ കാണുന്നത് കൂടുതലും അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ ആ അമ്മമാർ കാണുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഈ ഓഡിയൻസ് ഈ ഫാമിലി വ്ളോഗൊക്കെ കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഇതിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കുറ്റം ചെയ്തോ ചെയ്യാതെയോ ഇരിക്കട്ടെ, നിങ്ങളുടെ മക്കളോട് ചിലപ്പോൾ ദേഷ്യത്തായിരിക്കാം, എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തെന്ന് വെച്ചോ, ചെയ്തെന്ന് തന്നെ കൂട്ടിക്കോ, ചെയ്തു, എന്തോ പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് നിങ്ങളെ മക്കളോട് നിങ്ങൾ ചെയ്തു, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം നാളെ ഒരു ദിവസം നിങ്ങളുടെ മക്കൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കോ സംസാരിക്കാനോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിലപ്പോൾ അപ്പത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും, അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതുമായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യം. അങ്ങനെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും നാളെ ഒരു ദിവസം നിങ്ങളുടെ മക്കൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി 10 ആൾ കാണുന്നിടത്ത് അങ്ങ് ഇരുന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ 10 ആളിൻ്റെ അടുത്ത് അങ്ങ് പറയുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റുമോ? അത് കമന്റ് ചെയ്യണം കേട്ടോ, എനിക്കൊന്ന് അറിയണം. കാരണം ഇതുപോലത്തെ ഊളപ്പരിപാടി കാണിക്കുന്ന ടീംസിനെ നിങ്ങൾ കുറേ പേര് പോയി അവിടെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇതിന്റെ പേരിൽ ചിലപ്പോൾ എന്നെ പിടിച്ചങ്ങ് പൊങ്കാലയുടെ, എന്നെ പിടിച്ചങ്ങ് എന്തെങ്കിലുമൊക്കെ പറയും, നീ പോടാ കളഞ്ഞിട്ട് പോടാന്നൊക്കെ പറയും. എങ്കിലും എനിക്കൊന്നുമില്ല, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതൊന്ന് കണ്ടേക്കെ, മറ്റൊന്നൊരു മാക്സിമം ഒന്ന് കാണാൻ ശ്രമിച്ചേക്കും. നിങ്ങൾ ഈ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം തരണം. നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത്, നല്ല പൊറുക്കാൻ പറ്റാത്ത 1-ാം തരം തെറ്റ് ചെയ്തതിന് ശേഷം ആ മക്കൾ 10 ആളടുത്ത് പോയിട്ട് ആ പ്രശ്നം പറഞ്ഞാൽ നിങ്ങളുടെ ആ മനോഭാവം എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് പറ. എനിക്കതൊന്ന് അറിയണം. അതേ അനുഭവം തന്നെയാണ് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കുടുംബത്തിൽ നടക്കുന്ന. ആ അച്ഛനും അമ്മയും എന്തോ വലിയ തെറ്റ് ചെയ്തു, എന്തോ വലിയ സംഭവം ചെയ്തു, ആ സഹോദരി എന്തോ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് കൂട്ടുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തിനാണ് ആ ഉളുപ്പില്ലാതെ വന്ന് നാട്ടുകാരടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് മെഴുകാൻ? നാണമില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ, നാണമില്ല എന്ന്. ഇതുപോലുള്ളവന്മാരടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. എനിക്കതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പേഴ്സണൽ വൈരാഗ്യോ ഗ്രഡ്ജോ വെച്ചിട്ട് സംസാരിക്കുന്നതല്ല. എനിക്കിതുപോലത്തെ വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കണ തീ ഇങ്ങ് കത്തും. പൊന്നാഞ്ചനെയാ എന്നൊന്ന് കൺട്രോൾ ചെയ്യും. എനിക്കങ്ങ് കത്തുന്നതാണ് സ്വാഭാവികമായിട്ട്.
അല്ലാണ്ട് ആരുടെ അടുത്ത് ദേഷ്യം വെച്ചിട്ട് സംസാരിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും. അതെന്തെന്ന് എനിക്ക് അറിയത്തില്ല. പണ്ടേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണുമ്പോൾ ഇതെന്താണ് അങ്ങനെ കാണിച്ചത് എന്നുള്ള തോന്നൽ വരുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്കത് ഞാൻ ആ പ്രശ്നത്തിൽ അങ്ങ് നിൽക്കും. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലായിപ്പോവും. അതെൻ്റെ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, ആയിക്കോട്ടെ. എന്തായാലും എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഇവൻ്റെയൊക്കെ ഈ നാറിയ പരിപാടികൾ കാണുമ്പം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ലടേ. എന്തുവാ കാണിക്കുന്നത്? സ്വന്തം അപ്പനെയും അമ്മയും അല്ലെങ്കിൽ സഹോദരിയൊക്കെ കരിവാരി തേച്ച് ചെളിവാരി അടിച്ച് സമൂഹത്തിന്റെ മുൻപിൽ പിച്ച് ചീന്തിയിട്ട് എന്ത് സുഖമാണ് ഇവനൊക്കെ കിട്ടുന്നത്. കുറച്ച് ഡോളർ കിട്ടും, കുറച്ച് അധികം ഡോളർ കിട്ടും. അതിന്റെ കുഴപ്പം തന്നെയാണ്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തുവാ കാണിക്കുന്നത്? എന്തിനാടാ സ്വന്തം അമ്മയും അപ്പനെയും അല്ലെങ്കിൽ സഹോദരിയൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വലിച്ചു കീറാൻ പിച്ച് ചീന്താൻ അല്ലെങ്കിൽ നാണം കെടുത്താനായിട്ട് ഇട്ട് കൊടുക്കുന്നത്? ഉളുപ്പ് വേണ്ടേടാ ചങ്ങായി നിനക്ക്. ഇവൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറയുന്നത്? തേങ്ങ പറഞ്ഞാലും ശരിയാവത്തില്ല. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രശ്നം വീണ്ടും കൊണ്ട് 10 ആളുടെ ഇടയിൽ ചർച്ചയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവൻ. എന്തിൻ്റെ കേടോ എന്താ അവരൊക്കെ? വർഷങ്ങൾക്ക് മുമ്പേ എപ്പോഴൊക്കെ നടന്നു. ഇപ്പൊ പ്രണവിന്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ അതിന്റെ കൂടെ എൻ്റെ അൺമാസ്കിങ് എന്ന് പറഞ്ഞ് ഇന്നാ വിളി അമ്മച്ചിയുടെ മാവും കലം എന്ന് പറഞ്ഞ് കൊണ്ട് ഇട്ട് കൊടുത്തത്. എന്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ ഉളുപ്പ് വേണം ചങ്ങായി. എന്തുവാ സ്വന്തം അപ്പനെ വെളിവാരി അടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ കുറച്ചൊരു ക്ലിപ്പ് ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അമ്മ ഫസ്റ്റ് കട്ടനിലൂടെ നോക്കി ആരാ, ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. ബെല്ലടിച്ചപ്പോഴത്തേക്കും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പുവാന്ന് പറഞ്ഞു. അപ്പം എന്നാ വന്നേന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ വീഡിയോ എന്തിനാ വന്നേന്ന് അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പിന്നെ രണ്ടാമത് പറയുകയാണ് ചെയ്തത്. പിന്നീടുള്ള പ്രവൃത്തി കട്ട മാറ്റി നോക്കി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കട്ട ഫുൾ മാറ്റിയിട്ടു. ഒരു തുള്ളി പോലും അത്ര കാണുന്നു. എന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്കൊന്നും മനസ്സിലായി. അതെ, അപ്പോഴാണ് അതായത് ബെല്ലടിക്കുന്ന ആ ഒരു ടൈമില് ആണ് ബെല്ലടിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്. ഉണ്ട് ബെല്ലടിക്കുന്നുണ്ട്. ഉണ്ട്, എല്ലാം ഉണ്ട്. സ്വന്തം വീട്ടിൽ കയറി പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഇനിയിപ്പോ ഒരു പ്രശ്നം നടക്കും എന്നുള്ള നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് വീഡിയോ സഹിതം എടുത്തുകൊണ്ടാണ് ഡോറിനെ തുടക്കത്തിലെ പോകുന്നത്. ഇനി കുടുംബത്തോടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കളിക്കുന്ന കളിയാണെങ്കിൽ ഞാൻ ഒരു കൈയടി തരാം, എനിക്കൊന്നും പറയാനില്ല. അല്ലാണ്ട് സ്വന്തം വീട്ടിലുള്ളവർ കരിവാരി തേക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നളിയാ, എനിക്കൊന്നും പറയാനില്ല. നീ തന്നെ ഒന്നിരുന്ന് ചിന്തിക്കും. എന്ത് കാണിച്ചു കൂട്ടുന്നു ഒരു പരിധിയിൽ. എന്തായാലും ഇവൻ ഈ പറയുന്ന സാധനം ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് കാണിച്ചല്ലോ. ആ വീട്ടിൽ കയറി പോയപ്പോൾ എന്നെ ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ഗതികെട്ട അമ്മയുടെ അപ്പൻ്റെ അവസ്ഥ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഗതികെട്ട അമ്മയുടെ അവസ്ഥ. അമ്മയെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അവരുടെ ഗതികെട്ട അവസ്ഥ. ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയില്ലെന്നായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. അത്ര ഗതികെട്ട അവസ്ഥയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. എത്രയൊക്കെ എടാ എന്നൊക്കെ എൻ്റെ അമ്മയും അപ്പനൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാമെന്ന് ഇറക്കി വിട്ട് അടിച്ചോട്ടിച്ചാൽ കൂടി ഞാൻ ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തൂടെ കറങ്ങി ഇപ്പുറത്തൂടെ ചിലപ്പോൾ തിരിച്ച് വരും. അല്ലെങ്കിൽ വന്നില്ലെന്ന് വെച്ചോട്ടെ, ഒരിക്കലും ഞാൻ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അടുത്തോ പോയിട്ട് എൻ്റെ അപ്പനെ അമ്മ ഞാൻ കുറ്റം പറയത്തില്ല. എൻ്റെ ജന്മത്തെ ഞാൻ പറയത്തില്ല. അവർ എന്നോട് എന്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ്, എത്ര പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഈ ലോകത്ത് എന്നോട് ചെയ്താലും ഞാൻ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പോലും എൻ്റെ അപ്പനെ അമ്മ ഞാൻ കുറ്റം പറയത്തില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ പറയത്തുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരോട് തന്നെ ഞാൻ പറയും. അല്ലാണ്ട് മറ്റൊരാളോട് പോയിട്ട് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുമില്ല, ഞാൻ പറയത്തുമില്ല. അങ്ങനെ ആയിരിക്കണം ആ മക്കള്. അവരുണ്ടാക്കിയിട്ട മക്കള് അവർക്ക് നല്ല പേരൊന്നും കേൾപ്പിച്ചില്ലെങ്കിലും അത്യാവശ്യം അവരെ ചെളിവാരി അടിക്കാതിരിക്കുക. നല്ലതൊന്നും നീയൊക്കെ പറയണ്ട, ചെളിവാരി അടിക്കാതിരിക്കുക. കഷ്ടോടെ സ്വന്തം അപ്പനെയും അമ്മയും സഹോദരിയൊക്കെ ഇങ്ങനെ ചെളിവാരി അടിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ നീക്കൊന്ന് ചിന്തിക്കണം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നിരുന്ന് കാണുന്നത്. ഇതൊക്കെ എങ്ങനെയാടാ പുറത്തിറങ്ങി നടക്കുന്നത് നാണമില്ലാണ്ട്? എന്തായാലും ഇതിന് അവര് അമ്മ എന്ന രീതിയിൽ അവരെ ഗതികെട്ട അവസ്ഥയിൽ അവരൊരു എക്സ്പ്ലനേഷൻ ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടുനോക്കാം. ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഹ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി. നിങ്ങൾ ദുഷ്ടയാണോ ക്രൂരയാണോ ഇതൊക്കെ ചോദിച്ച് കുറേ കമൻസ്. ഇതൊന്നും എനിക്ക് കാരണം ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് വിഷമിച്ചാൽ മതി. ഇത് 1 വേ സ്വിച്ച് ആണോ എന്ന് ചോദിച്ചു. അല്ല സോറി, ഇത് 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്നതാണെന്ന് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് ലൈറ്റ് പുറത്ത് ഓഫ് ആണെന്ന് ഓർത്താണ് അത് ശരിക്കും പറഞ്ഞ ചേട്ടായിയാണ് അല്ലേ
അത് ഓണാക്കിയതോ അത് ഞാനല്ല, ചേട്ടായിയാണ് ഓണാക്കിയത്. ആരാന്ന് ചേട്ടായി ചോദിച്ചു. ലൈറ്റ് കത്തി കിടക്കുന്നപ്പോ നമുക്ക് അകത്ത് ലൈറ്റ് കിടക്കുന്നത് കാണത്തില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒരേ മോണക്ക് കിടക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ കർട്ടനും ടിവിയും പ്രത്യേക ഒരു ഇതാണ്. TV സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കർട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഒന്നും പറ്റത്തില്ല. പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് കാണാനോ പറക്കാനോ ഒന്നും പറ്റത്തില്ല. ഇന്നെന്റെ മരുമകള് നല്ല വ്യക്തമായിട്ട് ഇരുന്ന് പറയുന്നത് കിട്ടും, അമ്മ കർട്ടൻ മാറ്റി എങ്ങനെ ഇങ്ങനെയൊക്കെ. അല്ല, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസിനകത്ത് എല്ലാം ഈ ടിവിയുടെ, ഞാൻ അവിടെ നിന്നായിരിക്കും ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? TV സ്റ്റാൻഡ് എന്തേരം ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന ഈ ബോക്സും എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വിവരമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. പറഞ്ഞ് ഫലിപ്പിക്കാനും ദയനീയമായിട്ട് അഭിനയിക്കാനും നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പെൺകുഞ്ഞാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഈ 2 പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നിട്ടില്ല. ആരാക്കിയാ വന്നേ? ഭാര്യ. അവന് എവിടെയോ ഒരു ശകലം സ്നേഹം ഉണ്ട് ഞങ്ങളോട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടായിരിക്കും അവൻ ഇവിടെ വരണമെന്ന് തോന്നുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ സ്നേഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ TV സ്റ്റാൻഡും കർട്ടനും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേക്ക്. ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ച്. ലൈറ്റ് ഇപ്പം ഇതാണ് സ്വിച്ച്. അത് തന്നെ നമുക്ക് ഇതേണ്ട ഇവിടെയും ഉണ്ട്. ഇത് അതൊന്ന് ഓണാക്കിയാൽ കണ്ടോ, ലൈറ്റ് ഓണായി. അത് ഞാനിവിടെ ഓഫാക്കിയ ഇതാണ്ടേ ലൈറ്റ് കിട്ടും. ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരേണ്ട അവസ്ഥ എൻ്റെ മക്കളായിട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതാണ് നമ്മുടെ പുറത്തെ ലൈറ്റ്. ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ കർട്ടനും എല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ കൂടെ ഞാൻ എങ്ങനെ പെടലി കടത്തും, എങ്ങനെ ഇതിനകത്തൂടെ ഈ സ്റ്റാറും ഇതെല്ലാം ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്ന ഈ TV സ്റ്റാൻഡ് ഇതിങ്ങനെ തള്ളാനോ ഞെക്കാനോ ഉന്താനോ പറ്റുന്നതല്ല. ഞാൻ തിരുമ്മിയിട്ട് വന്നിരിക്കുന്ന ഞാൻ അതിനിടയിൽ കൂടെ കർട്ടനിടയിൽ കൂടെ നോക്കി ആരാന്ന് കണ്ടു എന്ന് നല്ല വ്യക്തമായിട്ട് എൻ്റെ മരുമോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കർട്ടനിലൂടെ നോക്കി ഞാൻ ആദ്യം തന്നെ കട്ട മാറ്റി നോക്കി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കട്ട ഫുൾ മാറ്റിയിട്ടു. ഒരു തുള്ളി പോലും അത്ര കാണുന്നു. എന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്കൊന്നും മനസ്സിലായി. മരുമോളുടെ ഒരു ശുഷ്കാന്തി, അമ്മായി മരുമോള് പോലെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ റിയൽ ലൈഫില് നിങ്ങളായിട്ട് കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ്. ഒരു ഗതികെട്ട അമ്മ, അത് തന്നെ ഞാൻ പറയും. ഇത്രയും ഗതികെട്ട അമ്മ ഈ ഭൂലോകത്ത് ചിലപ്പോൾ വേറെ കാണത്തില്ല. ഒരു മകനും മരുമോളും കാരണം ആ അമ്മ പൊതുസമൂഹത്തിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. എന്താ അവസ്ഥയാടാ. എടാ, നിനക്ക് ഉളുപ്പുണ്ടാടാ ചങ്ങായി? എൻ്റെ പൊന്നളിയ നിനക്ക് ഉളുപ്പുണ്ടാ? ഞാനത് റിപ്പീറ്റ്ലി ചോദിക്കുന്നതിൻ്റെ റീസൺ, നിന്റെ സ്വന്തം അമ്മയുടെ, നിന്റെ പെറ്റ വയറാത്. അവർ എന്തെങ്കിലും തെറ്റുകൂടി നിന്നോട് ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്ത്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് അത് അങ്ങനെയല്ല അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒന്നിച്ച് തോളി കയറ്റി സ്നേഹത്തോട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയൊക്കെ ഒരു മകനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ക്വാളിറ്റിയാണ് നിനക്കൊക്കെ ഉള്ളത്? ഇതാണോ ഒരു മകൻ? എൻ്റെ പൊന്നളിയ ഉള്ള കാര്യം പറഞ്ഞ നീ വെറും വേറെ ഡൗൺ ടു ഒരു ലെവലേശം ഇല്ലാത്ത ലെവലായി, ഉളുപ്പില്ലാത്ത ലെവലായി പോയി. നീ ഭയങ്കര പുച്ഛെന്ന് സ്വന്തം അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാനൊക്കെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ നിൻ്റെയൊക്കെ അവസ്ഥ എന്തുവാണ്. സ്വന്തം അമ്മ എന്ത് തെറ്റ് ചെയ്താലും പൊറുകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ത് തെറ്റ് നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ അപ്പൻ എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലിലാണ് നമ്മൾ അവരെ കണ്ടിട്ടുള്ളത്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന് തോളി കഴിയിട്ടുണ്ടിരിക്കും. അല്ലാണ്ട് ഒരിക്കലും പുറത്തു പോയിട്ട് 10 ആളാകുമ്പോൾ അവരെ ചെളിവാരിയോ കരിവാരിയോ തേക്കത്തില്ല. അതാണ് മക്കള്. അല്ലാണ്ട് ഇതൊന്നും അല്ല. ആ അമ്മയൊക്കെ നൊന്ത് പ്രസവിച്ചതിന് ഒരർത്ഥമില്ലാതെ ആകുന്ന രീതിയിലാണ് നീയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അമലാണല്ലേ പേര്? സൂപ്പർ, നടക്കട്ടെ, കാലൊക്കെ. എന്തായാലും ഇന്നലെ അവൻ എന്തെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കെതിരെ നിന്നാലും എൻ്റെ ഭാഗത്ത് സത്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച്, എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് ഈ സംസാരിക്കേണ്ട കാര്യം എനിക്ക് വന്നത് എൻ്റെ അവസ്ഥയാണ്. നിന്റെ അവസ്ഥ അല്ലേ? ആ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നൊന്ത് പ്രസവിച്ച ആ വയറിന്റെ അവരുടെ അവസ്ഥ. ഇങ്ങനൊരു മകൻ കാരണം ഇന്ന് പൊതുസമൂഹത്തിൽ നാണം കെട്ട് ഇറങ്ങി നടക്കേണ്ട ഒരവസ്ഥ ആ അമ്മയ്ക്ക് ഉണ്ടായില്ല. എടാ, നിന്റെ അയൽവാസികൾ അവരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാടാ? ഒരു മകനല്ലടാ നീ. മരുമോൾ അപ്പുറത്തിരുന്ന് പറയണം അമ്മ കട്ടൻ്റെ ഇടയിൽ കൂടി എത്തി നോക്കിയെന്ന്. അവിടെ TV സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടി അവർക്ക് എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ കുടുംബത്തിൻ്റെ കൂടുതലൊന്നും വലിച്ചു കയറി സംസാരിക്കുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് പോകണമെന്ന് തോന്നി. അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. എന്തായാലും നോക്കാം. കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, ഇതിനൊരു എൻഡ് വേണം എന്ന് ആഗ്രഹിച്ചതാണ്. മൊത്തത്തിൽ ഒന്ന് തീർക്കണം. കാരണം നമുക്ക് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയുടെ എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണ്. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുക,
എന്നൊരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിപ്പെട്ടതാണ്. അത് പലരും മനസ്സിലാക്കാതെ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതിനൊന്നും തുടക്കം കുറിച്ച ആൾ ഞാനല്ല. ഞാൻ അതിന് ബാധ്യസ്ഥനായി പോയതാണ്. ജീവിക്കണം, മുന്നോട്ട് ജീവിക്കണം. അവഞ്ചേഴ്സിന് പോലും ഇത്രയും വലിയൊരു എൻഡ് ഗെയിം ഇല്ലായിരുന്നു. നിന്റെ എൻഡ് ഗെയിമാണ് ഒന്നൊന്നര എൻഡ് ഗെയിം. ഇതിന് തുടക്കം കുറിച്ചത് നീയല്ല, പിന്നെ നമ്മളാണ് നിന്റെ കുടുംബത്തിലുള്ള പ്രശ്നം കൊണ്ട് നാട്ടുകാർക്ക് കാണാനും കൈയടിക്കാനും ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഇവിടെ നീയും നിന്റെ ഭാര്യയൊക്കെ വന്നിരുന്ന് പറഞ്ഞത് തന്നെയാണ് നാട്ടുകാർ കേട്ടത്, അല്ലാണ്ട് നമ്മൾ ആരൊന്നും അല്ല വന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇട്ടത്. പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ എൻ്റെ പൊന്നമലളിയ? മലയാളിയെ വേറെ ലെവലാണല്ലോ അളിയ. മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അനിയനായിട്ടും മകനായിട്ടും ഒക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പലർക്കും ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് മകനും ഏറ്റവും മോശം ആങ്ങളെയൊക്കെ ആയിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ നല്ലൊരു മകനായിട്ടും നല്ലൊരു സഹോദരനൊക്കെ ആയിട്ട് ഇന്നും കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാൻ ഒരാൾക്കും ദ്രോഹം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. സത്യങ്ങൾ വിളിച്ചു പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായത് എന്താണെന്ന് ഇപ്പം മെയിനായിട്ട് വന്ന് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാലും മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ആയിക്കട്ടെ. നീ മറ്റുള്ളവർക്ക് മകനായിട്ടും സഹോദരനായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. എടാ, സ്വന്തം അമ്മയ്ക്ക് മകനായിട്ടും സ്വന്തം സഹോദരിക്ക് സഹോദരനായിട്ടും നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വന്തം അമ്മയ്ക്ക് സഹോദരിക്ക് സ്വന്തം അപ്പനും ഒക്കെ ആയിട്ട് ഉള്ളവർക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു, മറ്റുള്ളവർക്ക് ഞാൻ കണ്ണിൽ ഉണ്ണിയായിരുന്നു, കണ്ണിൽ എണ്ണയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നളിയ, ഒരു കാര്യമില്ല. നീ പറയുന്നതിൽ ഒരു ലോജിക്കും എനിക്ക് തോന്നുന്നുമില്ല. എന്നാലും ബാക്കി ഞാനും എൻ്റെ സഹോദരിയും ഏകദേശം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഞാൻ എൻ്റെ അനിയത്തിനെ പിന്നെയും അവർ സ്നേഹവലയത്തിൽ അവൾ അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അറിയാതെ ഞാൻ അവളോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ അത് വീണ് പോകാറുണ്ട്. വീണു പോകാൻ ആര്? നീ ലുല്ലു വാവയടാ, നിനക്ക് വീണു പോ, സ്നേഹത്തിൽ വീണു പോകാൻ. എൻ്റെ പൊന്നള്ളി, ഇവന്റെ സഹോദരി അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സഹോദരനെ നിനക്കിനി വേണോ? നീ നിന്റെ കാര്യം നോക്കി പൊന്നു പെങ്ങളെ, എനിക്കതേ പറയാനുള്ളൂ. എന്തിനാണ് ഇങ്ങനെ കൊണ്ടിട്ട് നാട്ടുകാരെ മുമ്പിലിട്ട് നാറ്റിക്കുന്ന സഹോദരൻ? അയ്യോ, ഒന്നൊന്നര സഹോദരൻ. ഇനി ഇതിന്റെ താഴെ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് വായിക്കാം. അപ്പൂസേ കുഞ്ചൂസേ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളുമായി മാത്രം എന്നോട് പോവുക. ദ്രോഹിക്കുന്നവർ ദ്രോഹിച്ചു കൊണ്ടിരിക്കും, പക്ഷെ എല്ലാത്തിനും ഒരു ദിവസം ദൈവം തിരിച്ചു കൊടുക്കും. ആരുടെയൊക്കെ കണ്ണും മൂടിക്കെട്ടിയാലും ദൈവത്തിന്റെ കണ്ണും നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല. നിങ്ങളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എന്നും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ദൈവത്തിന് ഇപ്പോൾ ഇതല്ലേ പണി. ഫാമിലി വ്ളോഗേഴ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന വീഡിയോ കണ്ടിട്ട് അതിൽ കയറിയിട്ട് ഇതിൽ ആരെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കയറി നിൽക്കുകയല്ലേ ഇപ്പം ദൈവത്തിൻ്റെ പണി. സൂപ്പർ പണി, കൊള്ളാം. ഞാനൊന്നും പറയല്ല. എൻ്റെ പൊന്നു പെങ്ങളെ ഇത് ആര് കമൻറ്റ് ചെയ്തിരിക്കുന്നത്? ദിവ്യ ഇസ് മിറർ, കൊള്ളാം, നല്ല കമൻറ്റ് കേട്ടോ, കലക്കം കമൻറ്റ്. അമ്മുവിന് ഓസ്കാർ കൊടുക്കണം, അവളുടെ അഭിനയത്തിന് അപ്പു ഒരു ഓസ്കാർ റെഡിയാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു. അതിൻ്റെ താഴെ 11 തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. അഭിനയിച്ചോ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, എന്നെയൊക്കെ എൻ്റെ കുടുംബത്തെ ഒളിയമ്പുകൾ അയച്ച് ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി. നീ ആരുടെ ബാഹുബലിയാ? ഒളിയമ്പുകളെ കട്ടപ്പ വിട്ടതുപോലെ, മറ്റേ കത്തിയെടുത്ത് കുത്തിയ പോലെ. എന്ത് തേങ്ങയുടെ നടക്കുന്നത്? എൻ്റെ ഞാൻ കൺട്രോൾ ചെയ്ത് പോണമെന്നാണ് വിചാരിക്കുന്നത്. നീയൊക്കെ ആയിട്ട് എൻ്റെ കൺട്രോൾ അൺകൺട്രോളബിൾ ആക്ക്. അടുത്തൊരു കമൻറ്റ്. മോനെ, നിന്റെ അവസ്ഥ നല്ലപോലെ മനസ്സിലാക്കി തന്നെയാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പുറത്ത് നിന്ന് നിന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചു. നീ വിളിച്ചു പറയണം, എങ്കിലേ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഒരു പെങ്ങളെ ഒരു പെൺകൊച്ചിനെ പറ്റി പറയുന്നത് എന്തുകൊണ്ട് എന്ന് ആരും ചിന്തിക്കില്ല. അതാണ് അവരുടെ വിജയം. അതുകൊണ്ട് മോനെയോ കുഞ്ചൂസിനെയോ മക്കള് എന്തും പറയട്ടെ, നീ കില്ലാടിയാടേ. പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. പാവം കുമാരിയമ്മ ഇടുക്കിയിൽ വന്നപ്പോൾ അവരുടെ മോൾക്ക് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒരു വ്യത്യാസം പോലും കാണിക്കാതെ അമ്മുവിനും വാങ്ങി കൊടുത്തത്. അത് ആ അമ്മയുടെ നല്ല മനസ്സ്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകൂ മോനെ. കുഞ്ചൂസ് ആണെങ്കിലും ഫസ്റ്റ് കിട്ടിയ പൈസ കൊണ്ട് അലമാരി വാങ്ങി കൊടുത്തു, അതിൻ്റെ സ്വർണം കൊടുത്തു. നിങ്ങൾ ആ ഇടുക്കി വീടിന് വേണ്ടി ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാവും. ഒന്നുമില്ലാതെ ഇറക്കി വിട്ട അവസ്ഥയിൽ നിന്നും ഇത്രയും ഉയരത്തിൽ നിങ്ങളെ ദൈവം എത്തിച്ചില്ലേ? തുടർന്നും വഴി നടത്തും തീർച്ച. ആരെവിടെ കിടന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്താലും നോക്കാൻ പോകണ്ട. ഞാനും ഇതിനെ ഒന്നും നോക്കാറില്ലായിരുന്നു. കമൻറ്റ് കാണുമ്പോൾ നോക്കിപ്പോകും. ദയവ് ചെയ്ത് അപ്പുറത്ത് എന്ത് പറഞ്ഞാലും കമൻ്റ് ഇട്ടാലും ആരും അപ്പുവിനെ വിളിച്ച് ഇനിയും പറയരുത്. അവരുടെ കയ്യിൽ തെറ്റില്ലാത്തത് കൊണ്ട് അവന് കേട്ട് ഇരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചു പോകും. നിങ്ങളുടെ വീഡിയോ മതി. ഇനി മുതൽ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഞങ്ങൾക്കത് മതി. മോനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും കൂടെയുണ്ട്. ഞാൻ ഓൺലൈൻ
ആണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. എനിക്കൊരു വിഷമവുമില്ല. അതേ ഓൺലൈൻ അല്ല, ഞാൻ പ്രസവിക്കാത്ത അമ്മ തന്നെയാണ്. ലവ് യു മക്കളെ, എൻ്റെ ആമിച്ചിനെയും ലച്ചുവിനെയും ചക്കര ഉമ്മ. പ്രസവിക്കാത്ത അമ്മയല്ലേ, അവനെ പ്രസവിച്ച അമ്മയാണ് അവൻ അവിടെ ചെളി വാരി അടിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പൊന്നമ്മേ എന്ന് എനിക്ക് പറയാനുള്ള അമ്മേ. എന്തായാലും കൊള്ളാടെ. ഒന്ന് നിർത്ത്. വർഷങ്ങൾക്ക് മുന്നേ നടന്ന പ്രശ്നം വീണ്ടും കൊണ്ടിട്ട് അൺമാസ്കിങ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. നാണമില്ലേ ആ അമ്മയെ കരിവാരി തയ്ക്കുന്നതിന്? ഒരു പരിധി ഉണ്ട്. പെറ്റ അമ്മയെ കരിവാരി തയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തൊക്കെ തെറ്റ് ചെയ്താലും പൊറുക്കണം. അല്ലെങ്കിൽ ഒരു മകനെന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. സ്വന്തം അമ്മയാണെന്നുള്ള ചിന്ത വേണം. കഷ്ടം. വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് ഡോളർ ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ കുടുംബം എന്ന് പറയുന്ന സാധനം ചിന്നാ പിന്നെ നാറാണാത്ത പ്രാന്തന്റെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോടെ. ഇനിയെങ്കിലും മാന്യമായിട്ടൊക്കെ ചെയ്യും. എല്ലാം ഒന്നിച്ചു പോകും. എന്തിന് നാട്ടുകാർ? അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പരസ്പരം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കണ്ടന്റാണോ? എനിക്ക് ഡൗട്ടില്ലാതില്ല. ഇവരെയൊക്കെ വിശ്വസിച്ച് കുറെ അന്ധമായ കുറെ അമ്മമാർ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവൻ്റെയൊക്കെ ഹൈപ്പ്. അതിനെ വെച്ച് മുതലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.